ഞാൻ പുറത്ത് പോകാൻ കേട്ടോ. അപ്പോൾ സായിയുടെ സ്കൂൾ ഓപ്പൺ ആവാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ യൂണിഫോംസും ബുക്സും സ്കൂളിൽ നിന്ന് വാങ്ങാൻ പോവാണ്. ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ബാങ്ക് വിളിക്കാൻ കേട്ടോ പള്ളിയിൽ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് മദ്രസ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ബാങ്ക് വിളില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം, ശബ്ദം കൂടുതൽ അറിയണം കേട്ടോ. അതിൽ കാണാം നല്ല രീതിയിൽ കരയുന്നുണ്ട് കിടന്ന്. നിങ്ങളുടെ കൂടെ വരാനായിട്ടാണ്, പക്ഷേ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ഞങ്ങൾ തോന്നി നിൽക്കണം നോക്കിയിട്ടാണ് ഇറങ്ങിയത് തന്നെ. അപ്പോൾ മഴ പെയ്യുമെന്ന് പേടിച്ചിട്ടാണ് അവളെ കൊണ്ടുപോകാതിരുന്നത് കേട്ടോ. പിന്നെ സായി കൂടെ വന്നില്ല. അവന് സ്കൂളിലായത് കൊണ്ട് തന്നെ കൂടെ വരണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് വരെ അവൻ തിരിച്ചെന്നെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് അതുപോലെ കയറി അങ്ങ് പോയി. കാരണം അവന് ആഗ്രഹമില്ല, സ്കൂളിൽ നിന്ന് കേട്ട് അവന് ഒട്ടും ആഗ്രഹമില്ല സ്കൂളിൽ പോകാനായിട്ട്. എത്താറായിട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അവൻ്റെ സ്കൂള്, ഇന്ത്യാന എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ LKG UKG PKG അങ്ങനത്തെ സെക്ഷനൊക്കെ വരുന്നത് ഇതിൻ്റെ അടുത്ത സെക്ഷനിലാണ്. അതായത് ഇവിടെയല്ല, ഇതിന് കുറച്ച് അപ്പുറത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് ഇങ്ങനെ യൂണിഫോംസും ഫീസ് അടയ്ക്കുന്നതും ഒക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു സ്കൂളിലാണ്. മീൻസ് ഇവിടെയാണ്, അപ്പുറത്തല്ല, ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ എന്തായാലും നമ്മൾ പോയി യൂണിഫോമും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോകാൻ പറ്റും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ യൂണിഫോം തരാനായിട്ട് നമ്മളടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഒരു ക്ലാസ് റൂമിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ക്ലാസ് റൂമിൽ ഇരുന്നു കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുതേട്ടാ സായിക്ക് യൂണിഫോം എന്തൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. ഇവിടെ ക്ലാസ് റൂം. ഈ ക്ലാസ് കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ യൂണിഫോമും എല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ സായിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലിസ്റ്റ് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്കൂൾ ഓപ്പണിംഗ് ഡേയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ വാങ്ങി വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഇതിൻ്റെ അടുത്ത ജംഗ്ഷനിൽ വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ, മർഗ. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവിടേക്ക് പോവാം. നമ്മൾ ഇനി മർഗയിൽ പോകുന്നു, സാധനം വാങ്ങാം. മെഡിക്കൽ സ്റ്റോറിലും പോകണം, പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള അത് 2 വീഡിയോ ഞാൻ എടുത്തോളൂ. ബാക്കി സംഭവങ്ങളെല്ലാം ഞാൻ അരിച്ച് പറക്കി എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഓരോന്നും ഇങ്ങനെ നോക്കി നിന്നു. സോ ഞാൻ വ്ളോഗ് തന്നെ മറന്നുപോയി. എല്ലാം കഴിഞ്ഞത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത്. ഇതൊരു ബുക്ക് കേട്ടോ എനിക്ക് എഴുതാൻ വേണ്ടി. വേറെ നിങ്ങൾ കണ്ട ചിരിക്കും, ഞാൻ ചിരിച്ചിട്ട് എന്നെ കളിയാക്കരുത് നിങ്ങൾ ആരും കാണുമ്പോൾ. സംഭവം ഇതുണ്ടോ, എനിക്കിങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, എന്നെ കളിയാക്കരുത് കേട്ടോ. ഒരു എന്ത് പറയാനാണ്. പിന്നെ ഷാർപ്പ്നർ, കട്ടർ. അമ്മ പറയുന്ന കേട്ടല്ലോ നിങ്ങൾ, പൊടി കൊഞ്ഞ് ബാബ. ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് ഗീതുവിൻ്റെ ചോറ്, ഇത് എൻ്റെ ചോറ്. ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ല, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരട്ടെ, എന്നിട്ട് ഫുഡ് കഴിക്കാം. ഇന്ന് എന്തൊക്കെയുണ്ട് അമ്മ കറി പറഞ്ഞാണ്? എൻ്റെ പാത്രത്തിൽ ഇത് കുറവ്, നിങ്ങളെ പാത്രത്തിൽ ഇത് കൂടുതൽ. അപ്പോൾ ഞാൻ പോയി ഇനി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു കുഞ്ഞ് ക്യൂട്ട് പൂച്ചക്കുട്ടി ഇരിക്കുന്നത് കേട്ടോ. ഇത്
കാറിൻ്റെ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശബ്ദം കേട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്നു. അങ്ങനെ അപ്പുറത്തെ ആൻറ്റിക്ക് കൊടുത്തതാണ്. പക്ഷേ ഇത് വീണ്ടും അപ്പുറത്തൊന്നും പോകാണ്ട് ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. അങ്ങനെ ഞാനൊരു ബാസ്ക്കറ്റിനകത്താക്കി വെച്ചു. പാലൊക്കെ കുടിച്ച് ഇപ്പോൾ സുന്ദരനായിട്ടിരിക്കുകയാണ്. പക്ഷേ ആൾ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ പുറത്തിറങ്ങാമെന്നൊക്കെ. കുറച്ച് കഴിയുമ്പോൾ വിളിയൊക്കെ തുടങ്ങി കേട്ടോ. എന്തായാലും അവനിവിടെ ഹാപ്പി ആണെങ്കിൽ ഇവിടെ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്തായാലും സീ യു അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ.